എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? തയ്യാറെടുക്കേണ്ട സമയമാണ് ഇത്, അല്ലെ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക എന്നാണ് ടെന്റേറ്റീവ് കലണ്ടർ പ്രകാരം നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ്, അല്ലെ? അപ്പൊ നമുക്കൊന്ന് ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് ഒന്ന് പഠിച്ചു നോക്കിയാലോ. അപ്പൊ നമുക്ക് ഒരു ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട്, ഒരു 90 ദിവസം കൊണ്ട് നമുക്ക് എൻറ്റയർ സിലബസ് ഒന്ന് പഠിച്ചു തീർക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് റിവിഷനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പഠിച്ച ഭാഗങ്ങളെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, മോഡൽ എക്സാമുകൾ എഴുതി നോക്കുക. ഇതൊക്കെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മാർച്ച് മുതൽ നമുക്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മാസത്തോളം നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? ഒക്ടോബറിലാണ് പരീക്ഷ എങ്കിൽ ഒരു 6 മാസത്തിന്റെ അടുത്ത്, 6 പോരാ എങ്കിലും ആ ഒരു 6 മാസം നമ്മൾ മനസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഒക്ടോബറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് 247/2024 സ്റ്റെനോഗ്രാഫർ, 434/2024 അതും ഒരു സ്റ്റെനോഗ്രാഫർ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണ്, 521/2024 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, 598/2024 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കമ്പനി ബോർഡാണ്. ദെൻ 701/2024 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 NCA വേരിയസ് ആണ്, NCA നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത്രയും എക്സാം ആണ് നമ്മൾ ഒക്ടോബറിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതിന്റെ സിലബസ് ഏകദേശം ഇങ്ങനെയാണ്. അതായത് ജനറൽ നോളജ് കറണ്ട് അഫയർ 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20, റീജിയണൽ ലാംഗ്വേജ് 20. അപ്പൊ ഒരുപാട് പേർക്ക് സംശയമുണ്ട് മാത്സ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേരള വാട്ടർ അതോറിറ്റിയുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിച്ചപ്പോഴാണ് മാത്സ് ഉള്ള ഒരു സിലബസ് നമ്മൾ കണ്ടത്. അതായത് അതിന് DCA ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ വന്ന ഞാൻ കാണിച്ച എല്ലാ നോട്ടിഫിക്കേഷനും DCA ഉള്ളതല്ല, DCA വേണ്ട. ആകെ എന്താണ് ടൈപ്പും ഷോർട്ട് ഹാൻഡും മാത്രം ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷനുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിലബസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു സിലബസ് തന്നെയാണ് ടൈപ്പിസ്റ്റിനും, അതായത് LD ടൈപ്പിസ്റ്റിനും കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനും ഒക്കെ ഫോളോ ചെയ്തു പോകുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെ? സിലബസ് അല്ലേ, അപ്പൊ അപ്ഡേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, എൻറ്റയർ സിലബസ് വ്യത്യാസം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ ചെറിയ ടോപ്പിക്കുകൾക്കൊക്കെ വ്യത്യാസം. അപ്പൊ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ പഠനം ആരംഭിക്കേണ്ട സമയമാണ്, അല്ലെ? അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾ പല PSC എക്സാമുകൾക്കും തയ്യാറെടുക്കുന്നവരായിരിക്കും. ചിലര് LDC പോലുള്ള പരീക്ഷകളോ അല്ലെങ്കിൽ LGS ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇതിനൊക്കെ തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഈ ഒരു 10 മാർക്കിന്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നും വേണ്ട. സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പിന്നെ കറണ്ട് അഫയർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ 10 മാർക്ക് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് സമയം നമ്മുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ വെച്ചിട്ട് ഒരുപാട് സമയം ഈ ഒരു 10 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയരുത്. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. അവിടെ നമുക്ക് വേർഡ് ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, എക്സൽ ഉണ്ട്, ജനറൽ കമ്പ്യൂട്ടിംഗ്, അതായത് നമുക്ക് പഠിക്കാനുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതും അവിടെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കിയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടൈം ടേബിൾ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യത്തെ ഒരു 90 ദിവസം കൊണ്ട് എൻറ്റയർ സിലബസ്, ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കുക എന്നുള്ളതും അതിനുശേഷം നമുക്ക് റിവിഷൻ ചെയ്യാനും, അതിങ്ങനെ ഹറിബറി ആയിട്ടുള്ള ഒരു റിവിഷൻ ടൈം അല്ല നമുക്ക് വേണ്ടത്. കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം വേണം. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് നോക്കണം, മോഡൽ എക്സാമുകൾ ചെയ്ത് നോക്കണം. അതിനുള്ള സമയം കൂടി നമ്മൾ കണക്കാക്കണം, വേണ്ടേ? അപ്പോൾ അങ്ങനെ നമുക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ടൈം ടേബിൾ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ ടൈം ടേബിളിൽ നമ്മൾ day 1 day 2 അങ്ങനെയായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്.
അപ്പൊ നമുക്ക് ഒരു ഡേയില് 2 ടോപ്പിക്കാണ് പഠിക്കാനുണ്ടാവുക. അപ്പൊ GK ടോപ്പിക്കും ഉണ്ട്, നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ വേർഡാണ് പഠിക്കുന്നത്, അതിനോടൊപ്പം തന്നെ നമ്മൾ GK ടോപ്പിക്കുകളും കണ്ടോ. ഡേ 10 ഒക്കെ ആവുമ്പോഴേക്കും GKയും വരുന്നുണ്ട്. ഇംഗ്ലീഷില് ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്, അതിന് മുൻ ബോക്സിലെ റിവർബ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ മലയാളത്തിലെ ശബ്ദവിഭാഗം, നാമം കണ്ടോ. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിൾ ആണ് ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോൾ അവിടെ ടൈപ്പ് റൈറ്റിംഗ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഒരു 10-18 ദിവസമൊക്കെ കഴിയുമ്പോൾ, കാരണം നമുക്ക് അതിൽ 10 മാർക്കാണ് വരുന്നത് അല്ലെ. അപ്പോൾ വെയിറ്റേജ് കൂടുതലുള്ളതിനെ കുറച്ചധികം പഠിക്കാനുള്ളത്. നമ്മൾ എത്ര പറഞ്ഞാലും 10 മാർക്കിനെ GK ഉള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ ഹിസ്റ്ററി നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട് അല്ലെ. കേരള റിനൈസൻസിന്റെ ഭാഗങ്ങളും അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ എന്താണ്, ഒരുപാട് സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ ബേസിക് പഠിക്കുന്നുണ്ട്. ദെൻ ടൈപ്പ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടോ, ടൈപ്പ് റൈറ്റർ ക്ലീനിങ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടൈം ടേബിൾ വരുന്നത്. കേരള ഹിസ്റ്ററിയിൽ നമുക്ക് റിനൈസൻസ് ലീഡേഴ്സിനെ എല്ലാവരെയും പഠിക്കാനുണ്ട് അല്ലെ. 1-2 ആൾക്കാരല്ല, ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മലയാളം ആണെന്നുണ്ടെങ്കിൽ പര്യായം, വാക്യശുദ്ധി, പദശുദ്ധി, ആത്മകഥ. കാരണം 20 മാർക്കാണ്. നമ്മൾ സാധാരണ ഒരു LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പോലെ പോരാ, കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈം ടേബിള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈം ടേബിളില് നമുക്ക് ആദ്യത്തെ 6 ദിവസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റിവിഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വീണ്ടും 13 ദിവസം കഴിഞ്ഞാൽ 14ാമത്തെ ദിവസം സെക്കൻഡ് വീക്കിലും നമുക്ക് റിവിഷൻ വരുന്നുണ്ട്. അപ്പൊ കൃത്യ ഇടവേളകളിൽ റിവിഷൻ ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ടൈം ടേബിള് മുന്നോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വർക്കൗട്ടുകളും ഒക്കെ ചെയ്തു നോക്കണം വേണ്ടേ. നിങ്ങളിവിടെ ടാഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടു. അപ്പൊ ഈ ടാഗിന്റെ കാര്യങ്ങൾ, അവിടെ ടാഗ് എങ്ങനെ വെക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് വർക്കൗട്ടുകൾ ചെയ്ത്, അതായത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട്. അപ്പോൾ ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ പഠിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ടാഗിന്റെ കൂടുതൽ വർക്കൗട്ടുകളും, അതുപോലെ തന്നെ ഞാൻ ടാഗ് എന്ന് എടുത്തു പറഞ്ഞത് എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് അങ്ങനെ വർക്കൗട്ടുകൾ വരുന്നുണ്ട്. GKക്ക് വരുന്നുണ്ട്, അതുപോലെ മലയാളത്തിനായാലും നിങ്ങളുടെ വേർഡ്, പവർ പോയിന്റ്, എക്സൽ, ഇതിനേതിനായാലും നമുക്ക് വർക്കൗട്ടുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യതയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോലി നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എത്രയാണ് അപ്ലിക്കൻസ് എന്നുള്ളത്. നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടു നോക്കുക. ഓരോ ജില്ലയിലും എത്ര അപ്ലിക്കൻസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പഠനത്തിന്റെ ഊർജം കൂട്ടാനായിട്ട് പറ്റും അല്ലെ. നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കുക, എത്ര പേരോടാണ് ഞാൻ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടന്നിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു LDC എക്സാമിന് നടക്കുന്ന പോലെ അത്ര ധാരാളം വേക്കൻസികളോ അല്ലെങ്കിൽ അത്രയും നിയമനങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെ. ഇതൊരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ആണ്, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഉണ്ടാവും, മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഉണ്ടാവും, ഡെയിലി എക്സാമുകളും അതുപോലെ റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് ലക്ഷ്യത്തിലെത്താൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു OMR പരീക്ഷ എന്ന് പറയുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മറ്റൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടി വരുന്നത്. അതായത് നിങ്ങൾക്ക് അറിയാം ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം അല്ലെ. അപ്പോൾ OMR ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സായാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അല്ലെ.
ഒരിക്കലും ഈ OMRന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരിക എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു OMR എക്സാം പാസ്സാവുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് വരിക, ജോയിൻ ചെയ്യുക. ഞാൻ തന്നെയാണ് നിങ്ങളുടെ മെൻറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ PSCയുടെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് ഈ ഒരു ചാനലിലായിരിക്കും ഞങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്